ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ കസേര വലിച്ചിട്ട് കൊടുക്കാനും വാതിൽ തുറന്നു കൊടുക്കാനും ആളെ തള്ളി മാറ്റാനും ഒക്കെ നിൽക്കുന്ന പോലത്തെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം കിട്ടും. അല്ലാത്തവർക്കൊന്നും കിട്ടില്ല. അല്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു വലിയ ആക്ടറിലേക്ക് എത്തുക? അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാതാക്കൾ വിളിച്ചാൽ എടുക്കില്ല ഫോൺ, ആരും എടുക്കൂല. ഈ ചില പ്രൊഡ്യൂസേഴ്സ് നമ്മൾ കാണാറുണ്ട്, ആ ഒരു സിനിമ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറും ഈ പറയുന്ന പോലെ നടനോ അല്ലെങ്കിൽ ആ ടീമുമായിട്ട് തന്നെ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ആ ഒരു സെയിം ടീം അടുത്ത സിനിമകൾ ഇറക്കുന്നു. ചിലപ്പോൾ അവരുടെ തന്നെ വീണ്ടും വീണ്ടും പല സിനിമകൾ കാണാം. സാൻഡ്രയുടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ തന്നെ പിന്നെ ഒരു ബാക്ക് ടു ബാക്ക് അങ്ങനെ കാണാറേ ഇല്ല. ഓരോ പ്രാവശ്യം സാൻഡ്ര പ്രൊഡക്ഷൻസ് വരുമ്പോൾ ഡിഫറെന്റ് ടീമുമായിട്ടാണ് വരുന്നത്. അതിന്റെ പിന്നിലുള്ള കാര്യമോ? ടീം എന്ന് പറയുമ്പോൾ ഡയറക്ടർ ആയിരിക്കും മാറിയേക്കുന്നത്. ഈ ടെക്നീഷ്യൻസ് കുറെ പേരൊക്കെ എല്ലാവരും ഒരുമാതിരി എല്ലാം സെയിം ആയിരിക്കും. ഡയറക്ടേഴ്സ് ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടാണ് സിനിമ ചെയ്യാറ്. പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.